ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ എല്ലാവർക്കും ആശംസിക്കുന്നു. സഭയിലെ വലിയ തിരുനാളുകളിലൊന്നാണ് വിശുദ്ധ വാരത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന പെസഹ തിരുനാൾ. കടന്നുപോകൽ എന്ന് തന്നെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. പഴയ നിയമ ജനത ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും കടന്നു പോകുന്നതിൻ്റെ ഓർമ്മ, സംഹാരദൂതൻ ഇസ്രായേൽ ഭവനങ്ങളെ രക്ഷിച്ചുകൊണ്ട് കടന്നു പോകുന്നതിൻ്റെ ഓർമ്മ, വാഗ്ദാന ഭൂമിയിലേക്കുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ മോശയുടെ നേതൃത്വത്തിലുള്ള കടന്നുപോകലിൻ്റെ ഓർമ്മ. ആ ഒരു പെസഹായ്ക്ക് ഈശോ മിശിഹായിലൂടെ പുതിയ മാനം കൈവരുകയാണ്. ഈശോ മിശിഹായുടെ ജീവിതത്തിലെ കടന്നുപോകലാണ് നമ്മളിന്ന് ആഘോഷിക്കുന്ന പെസഹ എന്നത്. അത് വളരെ മനോഹരമായിട്ട് സുവിശേഷങ്ങൾ വിവരിക്കുന്നുണ്ട്. കർത്താവ് തീവ്രമായിട്ട് ആഗ്രഹിച്ചിരുന്നു നിങ്ങളോടൊപ്പം ഈ പെസഹ ആചരിക്കുവാനെന്ന് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. കർത്താവ് ആഗ്രഹിച്ച പ്രകാരം ആ പെസഹ ആചരിക്കുകയും ചെയ്തു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 2 പ്രധാനപ്പെട്ട പ്രമേയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, ഈശോയുടെ പ്രവൃത്തിയായ പാദക്ഷാളനം. ഒന്ന്, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. പെസഹ ദിനത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഈ 2 യാഥാർത്ഥ്യങ്ങളും കടന്നു വരുന്നുണ്ട്. പാദക്ഷാളനവും വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണത്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ്: പിതാവിൻ്റെ പക്കലേക്ക് കടന്നു പോകാനുള്ള സമയം ആസന്നമായി എന്ന് അവൻ മുൻകൂട്ടി അറിഞ്ഞു. അവൻ തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. തേലോസ് എന്നൊരു ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുന്നത്. അവസാനം വരെ എന്നർത്ഥം വരും. പൂർണ്ണത എന്നും ഇതിനർത്ഥമുണ്ട്. ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിൽ കുരിശോളം ജീവൻ ബലി കഴിപ്പിക്കുന്ന ഭാഗത്തിൽ സമ്പൂർണമായി തന്നെ സമർപ്പിക്കുന്ന വിധം അവസാനത്തുടെ രക്തം വരെയും ചിന്താൻ മാത്രമുള്ള പൂർണ്ണതയിൽ കർത്താവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചുകൊണ്ട് ലോകത്തെ അല്ലെങ്കിൽ ജനത്തെ പൂർണ്ണതയെ സ്നേഹിച്ചു. എല്ലാവരെയും അവിടുന്ന് പൂർണ്ണതയെ സ്നേഹിച്ചു. ആ സമ്പൂർണമായ സ്നേഹത്തിൻ്റെ സമർപ്പണത്തിലേക്ക് എത്തിക്കുന്ന വിശുദ്ധമായ ചിന്തയും വികാരങ്ങളും പ്രവൃത്തിയുമാണ് പെസഹായിൽ നമ്മൾ കാണുന്നത്. കടന്നുപോകൽ എന്നുള്ളത് ഈശോയുടെ രക്ഷാകരമായ പീഡാസഹനവും മരണവും ഉത്ഥാനവും എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. മരണത്തിലൂടെ പിതാവിൻ്റെ മഹത്വത്തിലേക്ക്, സ്വർഗത്തിലേക്ക് അവിടുന്ന് കടന്നുപോയി. ആ പ്രവൃത്തി സുന്ദരമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം അവതരിപ്പിക്കുന്നുമുണ്ട്. പാദക്ഷാളന ശുശ്രൂഷയിലൂടെ കർത്താവ് അത്താഴവേളയിൽ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് മേലങ്കി മാറ്റി ദാസന തുല്യം ഒരു അരക്കച്ച ചുറ്റിയിട്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എന്നാണ് പ്രമേയം. ദാസൻ്റെ അടിമയുടെ പ്രവൃത്തിയാണത് യഹൂദ ആചാരമനുസരിച്ച്. ആ ശിഷ്യരുടെ പാദങ്ങൾ ഗുരു കഴുകുക എന്ന് പറയുന്നത് ഒരിക്കലും ചരിത്രത്തിൽ കാണപ്പെടാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അതിന് വലിയൊരു അർത്ഥമുണ്ട്. അതിൻ്റെ ദൈവശാസ്ത്രപരമായ അർത്ഥം, പ്രതീകാത്മകമായ അർത്ഥമൊക്കെ ഏറെ വലുതാണ്. കർത്താവ് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് താഴേക്ക് ഇറങ്ങി വന്ന് അരക്കച്ച ചുറ്റി പാദങ്ങൾ കഴുകുന്നത് മനുഷ്യാവതാരത്തിൻ്റെ പ്രവൃത്തിയാണത്. ദൈവത്തിൻ്റെ മഹത്വം വെടിഞ്ഞുകൊണ്ട് മനുഷ്യനായി അവതരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നർത്ഥം. ഏറ്റവും വിനീതദാസനായിട്ട് പാദങ്ങൾ കഴുകുന്നു. പാദം കഴുകുക എന്നത് ഈശോയുടെ മരണത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിനെക്കുറിച്ച് സഭാപിതാക്കന്മാരൊക്കെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഈശോയുടെ മരണത്തിൻ്റെ പ്രവൃത്തിയാണത്. ഈ ഒരു കടന്നുപോകൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹപ്രകാശനമാണ്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നുള്ള ആ പ്രമേയം യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്ന ഒരു കാര്യമാണിത്. ഈ കടന്നുപോകലാണ് നമ്മളിന്ന് അനുഭവിക്കുന്നതും ആചരിക്കുന്നതും എല്ലാം. അവിടെ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്: നീ എൻ്റെ പാദങ്ങൾ കഴുകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തടസ്സം നിൽക്കുന്നു. അപ്പോൾ ഈശോ പറയും, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടൊപ്പം പങ്ക് ഇല്ല, നിനക്ക് എന്നോടൊപ്പം പങ്കില്ല. മേറോസ് എന്ന ഒരു ഗ്രീക്ക് പദം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഹീബ്രു മൂലത്തിൽ ഹെല്ലക്ക് എന്ന് പറയും. പങ്ക് എന്ന് പറയുന്ന ഈ വാക്കാണത്. എന്തിനുള്ള പങ്കാണ്? ഈ വാക്കിനർത്ഥം പിതൃസ്വത്ത്, അവകാശം അല്ലെങ്കിൽ എന്നൊക്കെയുള്ള അർത്ഥമാണത്. പിതൃസ്വത്തെന്നും ഒരാൾക്കുള്ള ഉടമസ്ഥത എന്നൊക്കെയുള്ള അർത്ഥം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തിനുള്ള അവകാശമാണ്? ഹെല്ലക്ക് എന്ന
ഹെബ്രായ പദത്തിന് ഇസ്രായേൽ ജനത്തിൻ്റെ വാഗ്ദത്ത ഭൂമി, അവരുടെ അവകാശ ഭൂമി എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഈ സ്വർഗമാകുന്ന യഥാർത്ഥ അവകാശ ഭൂമിയിൽ സ്വർഗ സൗഭാഗ്യത്തിലുള്ള പങ്കാണ് നിനക്ക് നഷ്ടമാകാൻ പോണത്, ഞാൻ നിൻ്റെ പാദങ്ങൾ കഴുകിയില്ലെങ്കിൽ എന്നാണ് ഈശോ സൂചിപ്പിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് അവകാശമെന്നുള്ളത്, ശിഷ്യൻ്റെ അവകാശമെന്നുള്ളത് അവന് ലഭിക്കുന്നത് പാദക്ഷാളനത്തിലൂടെയാണ്. അപ്പോൾ എന്താണ് ഈ പങ്ക്? കേവലം പാദം കഴുകുക എന്നുള്ളതല്ല, അത് മരണത്തിൻ്റെ പ്രവൃത്തിയാണ്. ഈശോമിശിഹായുടെ രക്ഷാകരമായ കുരിശുമരണത്തിലും ഉത്ഥാനത്തിലുമുള്ള പങ്കാളിത്തത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ സ്വർഗരാജ്യമാകുന്ന സൗഭാഗ്യവും പൂർണ്ണതയും പിതൃസ്വത്തും സ്വന്തമാക്കുക. പിതൃസ്വത്ത്, അവകാശഭൂമി എന്നൊക്കെ അർത്ഥം വരുന്ന ഈ ഒരു യാഥാർത്ഥ്യം സ്വർഗത്തെ ലക്ഷ്യമാക്കുന്നതാണ്, സ്വർഗത്തെ അടയാളപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് സ്വർഗം പ്രാപിക്കുവാൻ ഈ പാദക്ഷാളനം ആവശ്യമാണെന്നർത്ഥം. ചുരുക്കത്തിൽ മിശിഹായുടെ രക്ഷാകരമായ സഹനത്തിലും മരണത്തിലുമുള്ള അവിടുത്തെ പെസഹ രഹസ്യങ്ങളിലുള്ള പങ്കാളിത്തത്തിലൂടെയാണ് യഥാർത്ഥ സ്വർഗ സൗഭാഗ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ആ വലിയ ഭാഗ്യമാണ് അവിടുന്ന് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്നത് എന്ന് സുവിശേഷം വ്യക്തമാക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈശോയുടെ മരണത്തിലും സഹനത്തിലുമുള്ള പങ്കാളിത്തം എന്ന് പറയുമ്പം അവനോടൊപ്പം മരിച്ച് ഉയർക്കാനുള്ള ഒരു ഭാഗ്യവും കൂടിയുണ്ട്. സഹനങ്ങളെ കർത്താവിനോട് ചേർന്ന് സ്വീകരിക്കാനും അങ്ങനെ സഹനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മഹത്വത്തിലേക്ക് പ്രവേശിക്കാനും കൂടി ശിഷ്യന് കഴിയണം, മിശിഹായിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് കഴിയണം എന്ന സൂചന ഇതിനകത്ത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് കർത്താവിനോടൊപ്പം പങ്കുചേരാനുള്ള ഒരു വിളി കൂടിയാണ് പെസഹ തിരുനാൾ. ഈശോ മിശിഹായുടെ രക്ഷാകരമായ ജീവിത രഹസ്യങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് സഹനത്തിലും മരണത്തിലും പങ്കുചേരാനുള്ള വിളിയാണ്. നമ്മുടെയൊക്കെ ജീവിത യാത്രയിലും ഈ കടന്നുപോകലുണ്ട്. കടന്നുപോകൽ കേവലം ഒരു ആചരണമല്ല, അതൊരു ജീവിതമാണ്. പെസഹ ഒരു ആചരണം മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ ചരിത്രമാണ്. നമ്മളൊക്കെ കടന്നു പോകാനുള്ളവരാണ്, ഈ ഭൂമിയിൽ നിന്നും കടന്നു പോകാനുള്ളവരാണ്. ഭൗമികമായി നമുക്ക് നിലനിൽക്കുന്ന പട്ടണങ്ങൾ ഒരിക്കലും ഇല്ല. എല്ലാ മനുഷ്യനും കടന്നു പോകാൻ ഉള്ള വ്യക്തിയാണ്. ആ കടന്നുപോകൽ അർത്ഥപൂർണമാകുന്നത് മിശിഹായുടെ രക്ഷാകരമായ കൂട്ടായ്മയിൽ പങ്കുചേർന്നുകൊണ്ട് അവിടുത്തെ രക്ഷാകര രഹസ്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് കടന്നു പോകുമ്പോഴാണ്. അതാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്കുള്ള ഭാഗ്യം. ഈശോ മിശിഹായാകുന്ന ഏകരക്ഷകൻ്റെ രക്ഷയിൽ പങ്കുചേർന്ന് കടന്നു പോകാനുള്ള ഭാഗ്യം സഭയിലൂടെ നമുക്കതാണ് ലഭിക്കുന്നത്. പരിശുദ്ധ കൂദാശകളിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെയൊക്കെയുള്ള പങ്കാളിത്തം, വചനം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നതിലൂടെ എല്ലാം ഈ കർത്താവിൻ്റെ രക്ഷയിൽ പങ്കാളിയാകാൻ പറ്റുന്നു എന്നുള്ള സത്യം. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ കടന്നുപോകൽ സ്വഭാവത്തെക്കുറിച്ച് കൂടി പെസഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കടന്നു പോകുന്ന ഈ ജീവിതത്തെ വേണ്ട വിധം ജീവിക്കാൻ നമുക്ക് സാധിക്കണം. മിശിഹ തൻ്റെ സമർപ്പണത്തെ അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തിയാക്കിയിട്ടാണ് കടന്നു പോകുന്നത്. അവസാനം വരെ അവിടുന്ന് സ്നേഹിച്ചു, പരമാവധി സ്നേഹത്തോടുകൂടി അവിടുന്ന് പൂർത്തിയാക്കുന്നു. നമുക്കും ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങളുണ്ട്. അത് പരമാവധി സ്നേഹത്തോടുകൂടി പരമാവധി വിശ്വസ്തയോടുകൂടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ കടന്നുപോകലും സ്വർഗ സൗഭാഗ്യവും യാഥാർത്ഥ്യമായി മാറുന്നത്. നമുക്കൊക്കെ ഏൽപ്പിക്കപ്പെട്ട ധാരാളം കടമകളുണ്ട്. കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ വ്യക്തിപരമായ ഓരോരുത്തർക്കും നൽകപ്പെട്ടിട്ടുള്ള സമയവും സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ അനുസരിച്ച് നൽകപ്പെട്ട വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ഏറ്റവും സ്നേഹത്തോടു കൂടിയും വിശ്വസ്തയോടുകൂടിയും പരമാവധി പൂർണ്ണതയിലും നിർവഹിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ കടന്നുപോകലിന് അർത്ഥമുണ്ടാവുക. എങ്ങനെയും കടന്നു പോകാൻ നമുക്കാവില്ല. ഈ ഭൂമിയിൽ ജീവിതം നമുക്കൊന്നേ ഉള്ളൂ. അത് അർത്ഥപൂർണമായിട്ട് സ്നേഹത്തോടുകൂടി, തീക്ഷ്ണതയോടുകൂടി, വിശ്വസ്തയോടുകൂടി ജീവിച്ചുകൊണ്ട് കടന്നു പോകുമ്പോഴാണ് കർത്താവ് നമുക്ക് നൽകുന്ന ആ പങ്ക് ലഭ്യമാക്കാൻ പറ്റുക, സ്വന്തമാക്കാൻ പറ്റുക. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത ഈ ദിവസത്തിൻ്റെത് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ്, പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനമാണ്. കർത്താവ് തൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകാശനമായിട്ട് ഈ ഭൂമിക്ക് തന്ന, ലോകത്തിന് തന്ന, മനുഷ്യകുലത്തിന് തന്ന വലിയ ദാനമാണ് പരിശുദ്ധ കുർബാന. തൻ്റെ തിരുമാംസ രക്തങ്ങൾ അവൻ പങ്കുവെച്ച് കൊടുക്കുന്നു. അവൻ അത്താഴമധ്യയെ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക. അതുപോലെ തന്നെ പാനപാത്രം എടുത്തുകൊണ്ട് അവർക്ക് നൽകിക്കൊണ്ട്, ഇത് എൻ്റെ രക്തമാകുന്നു, വാങ്ങി കുടിക്കുക എന്ന് പറഞ്ഞ് നൽകും. അത് കേവലം ഒരു പ്രവൃത്തി മാത്രമല്ല, ഒരു ജീവിതം മുഴുവനാണ്. കർത്താവ് തൻ്റെ സാന്നിധ്യം കൗദാശികമായിട്ട് സഭയ്ക്ക് നൽകുന്ന പ്രവൃത്തി കൂടിയാണത്. സമ്പൂർണ്ണമായിട്ട് അവൻ തൻ്റെ സ്നേഹം ഈ ലോകത്തിൽ പതിപ്പിച്ചിരിക്കുകയാണ് എന്നേക്കുമായിട്ട് പരിശുദ്ധ കുർബാനയിലൂടെ. ഈ പരിശുദ്ധ കുർബാനയാകുന്ന
ആ കൗദാശിക രഹസ്യത്തിൻ്റെ ആന്തരിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച്, അതിൽ ഘനീഭവിച്ചു നിൽക്കുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും മൂർത്തമമായ ഭാവങ്ങളെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കാനായിട്ട് ഈ പെസഹ വ്യാഴാഴ്ച നമ്മോട് ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധ കുർബാന സഭയ്ക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനമാണ്. അത് ഈശോയുടെ രക്ഷാകര ജീവിത രഹസ്യങ്ങളുടെ മുഴുവനും ആഘോഷമാണ്. ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നുകൊണ്ട് മിശിഹായോട് പൂർണ്ണമായിട്ടും ഐക്യപ്പെടുവാനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടവരാണ്, ദൈവ ഐക്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട്. അങ്ങനെ ഒരു പൂർണ്ണമായ ഐക്യത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൽ നമുക്ക് പങ്കുചേരാം. അതൊരു പ്രവൃത്തി കൂടിയായിട്ട് വരണം. അവൻ മുറിച്ചു കൊടുക്കുകയാണ്, അവൻ പങ്കുവയ്ക്കുകയാണ്. നമുക്ക് നമ്മുടെ ഈ കൊച്ചു ജീവിതം, നമ്മുടെ സമയം, അറിവ്, കഴിവ്, സാഹചര്യങ്ങൾ, സാധ്യത എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ സാധിക്കുമ്പോഴാണ് അത് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയായി മാറുന്നത്. അതുകൊണ്ട് പരിശുദ്ധ കുർബാന എന്നത് നമ്മൾ ഭക്ഷിക്കുന്ന കർത്താവിനെയാണ്, അല്ലെങ്കിൽ സ്വീകരിക്കുന്ന മെശിഹായാണെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്ന മെശിഹായാണ്. ആഹരിക്കുവാനും അനുഭവിക്കുവാനും ആയിത്തീരാനും വേണ്ടിയുള്ള ഒരു സമർപ്പണമാണ് പരിശുദ്ധ കുർബാന. ആഹരിക്കുവാനും അനുഭവിക്കുവാനും ആയിത്തീരാനുമുള്ള ഒരു ക്ഷണം പരിശുദ്ധ കുർബാനയിലുണ്ട്. പരിശുദ്ധ കുർബാന ആയിത്തീരുക എന്നതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും നിയോഗവും വെളിയുമെന്ന് നമുക്ക് ഓർക്കാം. അവസാനമായിട്ട് കർത്താവ് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ്, ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു, നിങ്ങളത് അനുകരിക്കുക. അവിടെ നൽകിയ മാതൃക പാദക്ഷാളനത്തിലൂടെ വ്യക്തമാക്കി ശുശ്രൂഷയുടെ മാതൃകയാണ്. ഞാനിത് ചെയ്തെങ്കിൽ നിങ്ങളും ഇത് മാതൃകയാക്കണമെന്ന് കർത്താവ് പറയും. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വിമോചന മൂല്യമായി സ്വന്തം ജീവൻ സമർപ്പിക്കുവാനും വേണ്ടി വന്ന മെശിഹായുടെ പ്രവൃത്തിയാണത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം സ്നേഹത്തിൻ്റെ ശുശ്രൂഷാപരമായ ഒരു തലത്തിൽ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. കുടുംബത്തിലും സമൂഹത്തിലും ജോലിയിടങ്ങളിലും എവിടെയാണെങ്കിലും സ്നേഹത്തോടുകൂടി വിനയത്തോടുകൂടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശൈലി, അതാണ് സ്നേഹപ്രവൃത്തി എന്നൊക്കെ പറയുന്നത്. അത് ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയായിട്ട് മാറണം. മെശിഹായിൽ വിശ്വസിക്കുന്ന ശിഷ്യൻ്റെ മുഖമുദ്രയായിട്ട് മാറേണ്ടതാണ്. വിനീതരാവാനും അനേകർക്ക് ശുശ്രൂഷ ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ. സഭയുടെ ശുശ്രൂഷാ ഭവനങ്ങളെല്ലാം അത് പ്രകാശിപ്പിക്കുന്ന ഇടങ്ങളാണ്. തിരുസഭ ശുശ്രൂഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ചെറിയവരെ, അവഗണിക്കപ്പെട്ടവരെ ഒക്കെ ചേർത്ത് പിടിക്കാൻ, അവർക്കൊക്കെ വേണ്ടി ത്യാഗപൂർവ്വം ശുശ്രൂഷിക്കാൻ, അവർക്ക് വേണ്ടി സമയവും കഴിവും ചെലവഴിക്കാനൊക്കെ നമുക്ക് സാധിക്കണം. വീട്ടകത്ത് ആദ്യം ഇത് ആരംഭിക്കട്ടെ. പിന്നെ നമ്മുടെ ചുറ്റുപാടുകളിലേക്കും നാം ഇടപെടുന്ന മേഖലകളിലേക്കുമെല്ലാം ശുശ്രൂഷയുടെ ഈ തലങ്ങൾ കടന്നു ചെന്നുകൊണ്ട് എല്ലാവർക്കും കരുതലും കാവലും ഒക്കെ ആയി തീരാനും അനേകർക്ക് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത്. അങ്ങനെ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്കെല്ലാം സാധിക്കണം. സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പന അവിടുന്ന് നൽകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുമുണ്ടല്ലോ. നിങ്ങൾ സ്നേഹിക്കുന്നത് കണ്ടിട്ട് എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ആ കൽപ്പന നൽകുന്നത്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ശുശ്രൂഷാപരമായ ജീവിതശൈലിയിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താനും സാക്ഷ്യം നൽകാനും നമുക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. അനുഗ്രഹീതമായ പെസഹ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും വളരെ സ്നേഹത്തോടുകൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നേരുന്നു. നമുക്ക് ആഴമായ ദൈവസ്നേഹത്തെ അടുത്ത് അനുഭവിച്ചറിയുവാൻ കിട്ടിയ ഈ നല്ല ദിവസത്തിൽ അഗാധമായ വിധം ഈ സ്നേഹത്തിൻ്റെ കൃപകളിലേക്കെല്ലാം ഉൾച്ചേരാൻ, ഈ സ്നേഹത്തിൻ്റെ പ്രവാഹത്തിൽ മുങ്ങിക്കുളിക്കാൻ, അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു നീർച്ചാലായി മാറുവാനൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.